അപ്പോൾ ഇന്ന് നമ്മൾ വാൽപ്പാറയിലെ ഒരു ഫേമസ് ബിരിയാണി കഴിക്കാനാണ് പോകുന്നത്. നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടും കേട്ടും ഒക്കെ ഭയങ്കരമായിട്ട് ഫേമസ് ആയ ഒരു ഹോട്ടലിലെ ബിരിയാണി ടേസ്റ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത് കേട്ടോ. ആ റൂട്ട് കട്ട് ചെയ്ത് നേരെ വാൽപ്പാറ ടൗണിൽ എത്തിയിട്ടോ. ഇവിടെ നിന്ന് നേരെ ജസ്റ്റ് ഒരു 100 മീറ്റർ ചെന്ന് കഴിഞ്ഞാൽ ആ വാൽപ്പാറ സിറ്റി തന്നെ. അവിടെ ഫുള്ള് തിരക്കായിരിക്കും, ഇഷ്ടംപോലെ കടകളും റോഡ് സൈഡിൽ കൂടെ വണ്ടികളും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ ഹോട്ടൽ ഇതാട്ടോ, ഹോട്ടൽ ആരാധ്യ. ഇവിടുത്തെ ബിരിയാണി ഫേമസ് ആണെന്ന് കുറച്ച് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ അതിൻ്റെ സൈഡിൽ ഒന്നും അങ്ങനെ സ്ഥലമില്ല കേട്ടോ, ഫുള്ള് റോഡല്ലേ. അപ്പോൾ അവിടെ നിന്ന് ഒരു ഏകദേശം ഒരു 100 മീറ്റർ മാറി ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇനി അങ്ങോട്ട് ഹോട്ടലിലേക്ക് നടന്ന് പോകാനുണ്ട്. ആ ഫുഡൊക്കെ കഴിച്ചിട്ട് അതിലേ നമ്മൾ പോയില്ലായിരുന്നോ? ഒന്ന് നൈറ്റ് വന്നിട്ട് പോയേ, അത് കറങ്ങി അങ്ങനെ റൊട്ടിക്കടയിലേക്ക് പോവാം. നമുക്ക് എന്തായാലും ഹോട്ടലിൽ കയറി നമുക്കൊന്ന് ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടെന്നുള്ളത്. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടുന്ന് ബിരിയാണി കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 3 പേർക്കുള്ള ബിരിയാണി ഓർഡർ ചെയ്ത് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. ബിരിയാണി ഞാൻ കമത്തിയപ്പോൾ അതിനകത്ത് മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവർ ബിരിയാണിക്കകത്ത് ചിക്കൻ 65 ഒക്കെ ഇട്ടിട്ടാണ് തന്നിരുന്നത്. എന്താ ഇങ്ങനെ 65 ഇട്ട് തന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ബിരിയാണി റൈസ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇങ്ങനെ മസാലയൊക്കെ തേച്ച് ഒരു കളർഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ അതിനകത്ത് ഫുള്ള് 65ന്റെ പീസുകളായിരുന്നു, ചെറിയ ചെറിയ പീസുകൾ. ഞങ്ങൾ കഴിച്ചു, വലിയ കുഴപ്പമില്ല. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ബിരിയാണി ഒട്ടുക്കത്തെ എരിവായിരുന്നു കേട്ടോ. ചിക്കനും ഭയങ്കര എരിവ്, മസാലയുടെ എരിവ് ഒക്കെ ആയിട്ട് ഭയങ്കര എരിവ്. പിന്നെ ഒരു ആവറേജ് ബിരിയാണി എന്ന് മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ കേട്ടോ. 40 രൂപ. അതിന്റെ എരിവൊന്ന് തീർക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ഐസ്ക്രീം കഴിക്കാൻ വന്നു കേട്ടോ. അപ്പോൾ അടുത്തുള്ള ഒരു കടയിൽ കയറി നമ്മൾ ഐസ്ക്രീമും കഴിച്ച് നമ്മൾ ഇവിടുന്ന് ഇനി നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി എടുത്തിട്ട് നമ്മൾ ഇനി നേരെ പോവാണ്. സമയം കഴിഞ്ഞ ഒരു 2:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. പോവാണ്. ഇതാണ് വാൽപ്പാറ ടൗൺ കേട്ടോ. ഇതുണ്ടോ, ഫുള്ള് ലെഫ്റ്റും റൈറ്റും ഒക്കെ കടകളും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കുള്ള ഒരു സിറ്റിയാണ് ഈ വാൽപ്പാറ സിറ്റി കേട്ടോ. റോഡ് സൈഡിൽ കൂടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് ഫുള്ള്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ പോകണമെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ. വാൽപ്പാറ ടൗണിൽ നിന്ന് ഈ സിഗ്നൽ ഉണ്ടല്ലോ, അവിടെ നിന്ന് ലെഫ്റ്റ് കയറി ഷോളയാർ ഡാമില്ല ആ റൂട്ട് പോവാണെങ്കിൽ നമുക്ക് വേഗം നമുക്ക് മലക്കപ്പാറയിലേക്ക് കട്ട് ചെയ്ത് കയറാം. അപ്പോൾ ഇത് നമ്മൾ ആ റൂട്ടാണ് പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ വന്ന റൂട്ടല്ല, പറയുന്ന നമ്മൾ വാൽപ്പാറയ്ക്ക് വന്ന റൂട്ടല്ല, നമ്മൾ തിരിച്ചു പോകുന്ന കേട്ടോ. അത് വേറെ റൂട്ടാണ്. അപ്പോൾ 2 റൂട്ട് എക്സ്പ്ലോർ ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലെത്തി. മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ എത്തുമ്പോഴും അവിടെ നിന്ന് ഒരു റെസിപ്റ്റ് തരും. ഇത് നമ്മൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ കാണിക്കണം. 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് എത്തണം കേട്ടോ. അതുപോലെ തന്നെ രാത്രി ഉള്ള ഡ്രൈവിംഗ് ഒന്നും നമ്മൾ ഈ പോകുന്ന ഫോറസ്റ്റ് റൂട്ടിൽ അനുവദിക്കുന്നതല്ല. അപ്പോൾ അവർ പറഞ്ഞേക്കുന്ന ഒരു ടൈമിനുള്ളിൽ നമ്മൾ ചെക്ക് പോസ്റ്റ് എൻ്റർ ചെയ്ത് എക്സിറ്റ് ചെയ്യണം കേട്ടോ. 5 മണി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു റൂട്ടിൽ കൂടെയുള്ള യാത്രയൊക്കെ അവർ നിരോധിക്കും കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഈ റൂട്ട് പോകണമെങ്കിൽ നമ്മൾ പാസ് എടുത്തിട്ട് ഡ്രൈവ് ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പാസ്സൊക്കെ എടുത്ത് നമ്മൾ ഇനി ഇവിടുന്ന് പോവാണ്. അപ്പോൾ നമ്മുടെ ഒരു 1 ഡേ ട്രിപ്പാണ്. 1 ഡേ ട്രിപ്പിൽ നമ്മൾ ഇത്ര സ്ഥലങ്ങൾ കണ്ടു, ബിരിയാണി ടേസ്റ്റ് ചെയ്തു. ഇതൊക്കെയായിരുന്നു നമ്മുടെ 1 ഡേ ട്രിപ്പിൻ്റെ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഉടനെ വേറെ വീഡിയോ കാണാം. ബൈ ബൈ.